ശബരിമല യുവതീ പ്രവേശനത്തിൽ 2007 നിലപാട് തന്നെയാണ് സർക്കാരിൻ്റെതെന്ന് മന്ത്രി വി എൻ വാസവൻ. ആചാരകാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പണ്ഡിതന്മാരാണ്. സർക്കാർ എന്നും വിശ്വാസികൾക്കൊപ്പമാണെന്നും മന്ത്രി വ്യക്തമാക്കി. 2007 അഫിഡവിറ്റിനകത്ത് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആചാരപരമായ കാര്യത്തിൽ പാണ്ഡിത്യമുള്ളവരായിരിക്കണം എന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എല്ലാ കാലത്തും വിശ്വാസികളുടെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിലപാടായിരിക്കും ഗവൺമെൻറ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യവും പറയും. ഈ ശബരിമല യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിയിൽ ഈ നിലപാട് വ്യക്തമാക്കേണ്ട ദിവസം ഇന്നാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് മാധ്യമങ്ങളെ കണ്ടത്. വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, എന്തൊക്കെയാണ് ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാടിനെ സംബന്ധിച്ച് വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന് മന്ത്രി ഒരിക്കൽ കൂടി ഊന്നി പറയുകയും ചെയ്തു. എന്തൊക്കെയാണ് ഇന്ന് പറഞ്ഞത് മന്ത്രി വി എൻ വാസവൻ? സിജു, 2018 സെപ്റ്റംബർ മാസം 27 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. BJP അനുകൂല സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി ഉണ്ടായത്. അന്ന് ഈ വിധി പുറത്തു വന്ന വേളയിൽ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള പത്രമായിട്ടുള്ള ജന്മഭൂമി ഈ ചരിത്രപരമായ വിധി എന്നാണ് അതിന് തലക്കെട്ടോടുകൂടി മുൻപേജിൽ ഈ വാർത്ത നൽകിയത്. പിന്നീട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുകയുണ്ടായി. സ്വാഭാവികമായും അന്ന് അധികാരത്തിലെത്തുന്ന സർക്കാർ എന്ന നിലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിന് മുമ്പിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മറ്റ് NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. NSS ഉൾപ്പെടെ പന്തളത്ത് പ്രതിഷേധ പ്രകടനവുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ സമരത്തിനൊപ്പം ചേരുകയും നിലപാടിൽ U-turn തിരിഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ തിരിയുകയും പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തം സർക്കാരിന് മേൽ വന്നിരുന്നു. പക്ഷേ ഈ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനോടുള്ള നിലപാട് അന്ന് കോടതി ചോദിച്ചപ്പോൾ കോടതിയിൽ സർക്കാർ തീരുമാനമായി അറിയിച്ചിരുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ പരിണതപ്രജ്ഞരായിട്ടുള്ള ആ മേഖലയിൽ ബന്ധപ്പെട്ട ആളുകളുടെയും പണ്ഡിതരുടെയും ഒപ്പം തന്നെ തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെയും ഒക്കെ തന്നെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ഈ കാര്യത്തിൽ ഒരു ഉചിതമായ തീരുമാനം സുപ്രീം കോടതി എടുക്കണമെന്നുള്ളതാണ് സർക്കാർ അന്ന് സ്വീകരിച്ച നിലപാട്. ആ നിലപാട് തന്നെയാണ് സർക്കാരിന് ഇന്നുമുള്ളത്. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാണ്ഡിത്യമുള്ള ആളുകളുടെ അഭിപ്രായം സ്വരൂപിച്ച് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. ഭരണഘടനാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് കാര്യങ്ങളാണ് സുപ്രീം കോടതി വിശദീകരണമായി സർക്കാരോട് ചോദിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളിൽ സർക്കാർ ഈ വിഷയം സുപ്രീം കോടതി ഇന്നും മന്ത്രി വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയത് ആരാണ്? അത് RSSന്റെ സംഘപരിവാർ അഭിഭാഷകരാണ്. പക്ഷേ ഉത്തരവ് വന്നപ്പോൾ ആ ജന്മഭൂമി പത്രത്തിലടക്കം വന്നത് സർക്കാർ സുപ്രീം കോടതി വിധി യുവതികൾക്ക് പ്രവേശനമാകാം അതിനെ സ്വാഗതം ചെയ്ത് RSSും BJPയും. പിന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത അവസരത്തിൽ ഇതൊരു സുവർണാവസരമെന്ന് പറഞ്ഞ അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള അടക്കമുള്ളവരുടെ വാക്കുകൾ ഇപ്പോഴും കേരള സമൂഹത്തിൻ്റെ ഓർമ്മയിലുണ്ട്. ഇവിടെ U-turn തിരിഞ്ഞത് ആരാണെന്നുള്ള ചോദ്യമാണ്. ഇന്നലെ അടക്കം മാധ്യമങ്ങൾ വരുന്ന സർക്കാർ U-turn എടുത്തു എന്നുള്ളതാണ്. സർക്കാർ ഒരു കാലത്തും U-turn എടുത്തിട്ടില്ല. 2007 അതേ നിലപാട് ഹൈക്കോടതിയിൽ പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ പണ്ഡിതരാണ്, വിദഗ്ധരാണ് തീരുമാനമെടുക്കേണ്ടത് വിശ്വാസകാര്യങ്ങളിൽ. അതേ നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. സുപ്രീം കോടതി വന്നപ്പോൾ സ്വാഭാവികം നടപ്പിലാക്കാൻ ശ്രമം 2018 ആ വിധി വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു. ഇവിടെ ഇപ്പോഴും മന്ത്രി പറഞ്ഞത് വളരെ വ്യക്തമാണ്. ആരാണ് U-turn തിരിഞ്ഞത്? അത് ഇവിടുത്തെ സംഘപരിവാരും പ്രതിപക്ഷ പാർട്ടികളും തന്നെയാണ്. വളരെ കൃത്യമായ നിലപാട് സർക്കാർ അന്ന് പറഞ്ഞ് 2007 നിലപാട് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും 2007 നിലപാട് തന്നെയാണ് സർക്കാരിന് ഇപ്പോഴും ഉള്ളത്. സർക്കാരിനോട് മുമ്പ് കോടതി ഈ വിഷയത്തിൽ വിശദീകരണം ചോദിച്ചപ്പോൾ സർക്കാർ ആ നിലപാട് കോടതിയെ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് നമുക്കിപ്പോഴും ഓൺലൈനിൽ നോക്കിയാൽ പഴയ ജന്മഭൂമി പത്രം ഇപ്പോഴും നമുക്ക് കിട്ടും. അതായത് 2018 സെപ്റ്റംബർ മാസം 27 28 ആണ് ഈ സുപ്രധാനമായിട്ടുള്ള വിധിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ജന്മഭൂമി പത്രം ചരിത്രപരമായ വിധി എന്നാണ് അന്ന് ഈ വിധിയെ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ ഉൾപേജിൽ അവരുടെ കാഴ്ചപ്പാട് പേജിൽ ഈ വിധിയെ അനുകൂലിച്ചുകൊണ്ട് RSS നേതാവിൻ്റെ ലേഖനവും ഉണ്ടായിരുന്നു അന്ന് പത്രത്തിൽ. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഈ വിധിയെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നതാണ്. പക്ഷേ NSS അവരുടെ വിശ്വാസം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പന്തളത്ത് വിശ്വാസ സംരക്ഷണ റാലി, പ്രാർത്ഥനാ റാലി സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിലൂടെ തങ്ങൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ U-turn തിരിയുകയും സമരം ആളിക്കത്തിക്കുകയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. ആ
ഘട്ടത്തിൽ ഒരു പരിധിവരെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പോലും പിന്നീട് വിശ്വാസികൾ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ NSS ആണെങ്കിൽ പോലും സർക്കാർ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം സർക്കാർ എല്ലാ കാലഘട്ടത്തിലും മുമ്പും സർക്കാരിനോട് കോടതി ഈ കാര്യത്തിൽ വിശദീകരണം ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് സർക്കാരിന് ഈ കാര്യത്തിൽ പ്രത്യേക നിലപാടുകളൊന്നുമില്ല. ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പാണ്ഡിത്യമുള്ള ആളുകൾ, അത് തന്ത്രിയാണെങ്കിലും മറ്റ് ഹൈന്ദവ പുരോഹിതന്മാരായിട്ടുള്ള ആളുകളോടുള്ള ഉൾപ്പെടെ അത്തരത്തിലുള്ള ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന, വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അവരുടെ കൂടി അഭിപ്രായങ്ങൾ ശേഖരിച്ചതിന് ശേഷം, സ്വരൂപിച്ചതിന് ശേഷം ഈ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ഉചിതമായ നിലപാട് സ്വീകരിക്കാമെന്നുള്ളതാണ്. ശരി, അത് തന്നെയാണ് സരോജ. ആ നിലപാട് എന്താണ് എന്നുള്ളത് സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കുകയും ചെയ്യും. അതിനായി കാത്തിരിക്കുകയാണ് ഒരുപക്ഷേ കേരളത്തിലെ പൊതുസമൂഹം, വിശ്വാസികൾ അടക്കം ഉള്ളവർ. വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്.